തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ സഹോദരനും മുൻ മുഖ്യമന്ത്രി എം. കരുണാനിധിയുടെ മകനുമായ എം.കെ. മുത്തു അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ ഈസ്റ്റ് കോസ്റ്റ് റോഡിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം. കരുണാനിധിയുടെ ആദ്യ ഭാര്യ പത്മാവതിയുടെ മകനാണ് മുത്തു. നാഗപട്ടണത്തെ തിരുക്കുവലയിലായിരുന്നു ജനനം. മുത്തു ജനിച്ചതിന് പിന്നാലെയാണ് 20-ാം വയസ്സിൽ ക്ഷയരോഗം ബാധിച്ച് പത്മാവതി മരിച്ചത്. അതിനുശേഷം കരുണാനിധി വിവാഹം ചെയ്ത ദയാലു അമ്മാളിന്റെ മകനാണ് സ്റ്റാലിൻ. മുത്തുവിന്റെ ഭാര്യ ശിവകാമ സുന്ദരി, മക്കൾ എം. അറിവുനിധി, തേൻമൊഴി. ആദ്യകാലത്ത് മുത്തുവിനെ രാഷ്ട്രീയ പിൻഗാമിയാക്കാൻ കരുണാനിധി ആഗ്രഹിച്ചിരുന്നു. അന്ന് സിനിമാ രംഗത്ത് ശോഭിച്ചാൽ രാഷ്ട്രീയത്തിലും ശോഭിക്കാം എന്നതായിരുന്നു കാലം. അതുകൊണ്ട് തന്നെ മകനെ സിനിമാ നടനാക്കാൻ കരുണാനിധി തുനിഞ്ഞു. എം.ജി.ആറിനെ നേരിടാൻ സിനിമയിലേക്ക് ഇറക്കി. 1970-കളിൽ ചില സിനിമകളിൽ നായകനായെങ്കിലും വിജയിച്ചില്ല. വെള്ളിത്തിരയിൽ ശോഭിക്കാതെ വന്നതോടെ മുത്തു അഭിനയം മതിയാക്കി. ഇതിനുശേഷം അച്ഛനും മകനുമായി തർക്കമുണ്ടായി. കരുണാനിധിയുമായി അകന്നുപോയി. കടുത്ത മദ്യപാനത്തിലേക്ക് വീണുപോയ മുത്തുവുമായി കരുണാനിധിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 80-കളോടെ ഇരുവരും അടുക്കാനാകാത്ത വിധം അകന്നു. ഇതിനുശേഷം മുത്തു DMK വിട്ട് ജയലളിതയ്ക്കൊപ്പം AIADMKയിലേക്ക് പോയെങ്കിലും രാഷ്ട്രീയത്തിലും ശോഭമായ ഭാവി ഉണ്ടായില്ല. പിന്നീട് ദീർഘകാലം മുത്തുവിനെ കുറിച്ച് ആരും കേട്ടിട്ടില്ല. 2009-ൽ രോഗബാധിതനായിരിക്കെ അച്ഛൻ കരുണാനിധി ആശുപത്രിയിലെത്തി മുത്തുവിനെ കണ്ടതോടെയാണ് ഏറെക്കാലം ഇരുവർക്കുമിടയിലുണ്ടായിരുന്ന പിണക്കം മാറിയത്.